എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥേമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മൾ പ്രകൃതിയെയും എല്ലാ വസ്തുക്കളിലും ഈശ്വരനെ കാണണം എന്ന് പഠിപ്പിക്കുന്ന ധർമ്മമാണെന്ന് പലപ്പോഴായിട്ട് ചിന്തിക്കാറുണ്ട്. അതിൽ വൃക്ഷങ്ങളുടെ സ്ഥാനം കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ആൽമരത്തിന് നൽകുകയും ചെയ്തു. ഇത്തവണ നദികളിൽ ആ സ്ഥാനം ഏറ്റവും അധികം അർഹിക്കുന്ന ഈ കേരളത്തിൻ്റെ തന്നെ ജീവനാഡിയായിട്ട് അവകാശപ്പെടാൻ സാധിക്കുന്ന ഈ ഭാരതഭൂമിയുടെ പേരിൽ തന്നെ ഒഴുകുന്ന കേരളത്തിലെ ഒരു നദിയായിട്ടുള്ള സാക്ഷാൽ നിളാഭഗവതിയെക്കുറിച്ച്, ഭാരതപ്പുഴയെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ സംസാരിക്കുന്നത്. നമുക്കൊക്കെ ഭാരതപ്പുഴയെക്കുറിച്ചിട്ടുള്ള ഒരു അറിവെന്ന് പറഞ്ഞാൽ കേരളത്തിലൂടെ ഒഴുകുന്ന ഒരു നദി, അതിൻ്റെ പേര് ഭാരതപ്പുഴ എന്നാണ്, അതിൻ്റെ ഒരു പര്യായമാണ് നിള. ഇത്രയൊക്കെ വളരെ ചുരുങ്ങിയ ഒരു അറിവുകൾ മാത്രമേ പലപ്പോഴും ഭാരതപ്പുഴയെക്കുറിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ സഞ്ചാര നീളം എത്രയാണ്, ഏതൊക്കെ നദികളാണ് ഇതിൽ കലരുന്നത്, ഇങ്ങനെയുള്ള ഒരു വളരെ പ്രാഥമികമായിട്ടുള്ള വിവരം മാത്രമേ പലപ്പോഴും നമ്മളുടെ സനാതനധർമ്മത്തിലെ ഏറ്റവും ഔന്നത്യത്തിലുള്ള സ്ഥാനം അലങ്കരിക്കുന്ന ഭാരതപ്പുഴയെക്കുറിച്ച് നമുക്കുള്ളൂ എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഈ ഭാരതപ്പുഴ എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്ന് തൊട്ട് അതിൻ്റെ ചരിത്രം മനസ്സിലാക്കിയാലേ, ആ കഥ അറിഞ്ഞാലേ ഭാരതപ്പുഴയുടെ മാഹാത്മ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇത് യഥാർത്ഥത്തിൽ ഉദ്ഭവിക്കുന്നത് കേരളത്തിൽ നിന്നല്ല, തമിഴ്നാട്ടിൽ ഏകദേശം ആനമല എന്ന് വിളിക്കപ്പെടുന്ന ഭാഗത്തുള്ള ഒരു ത്രിമൂർത്തി മലനിരകളിൽ നിന്നാണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത്. ഈ മലനിരകൾ പണ്ട് അത്രി, അനസൂയ എന്ന് വിളിക്കപ്പെടുന്ന രണ്ട് താപസ ദമ്പതിമാരുടെ ആശ്രമം നിലനിന്നിരുന്ന സ്ഥലമായിരുന്നു. ഈ അനസൂയാദേവിയെ പരീക്ഷിക്കാനായിട്ട് ത്രിമൂർത്തികൾ, സാക്ഷാൽ ബ്രഹ്മാവ്, വിഷ്ണു, ശിവൻ, ഇവർ മൂന്ന് പേരും കൂടെ ഈ അനസൂയാദേവിയുടെ പാതിവൃത്യത്തെ പരീക്ഷിക്കാനായി അവിടെ ചെല്ലുകയും ദേവിയുടെ പാതിവൃത്യത്തിൻ്റെ ശക്തി കൊണ്ട് അവർ മൂന്ന് പേരും കുട്ടികളായിട്ട് ജനിക്കുകയും ആ കുട്ടികളെ പൂർവ്വരൂപത്തിലേക്കാക്കാനായിട്ട് ഈ മൂന്ന് ദേവന്മാരുടെയും ഭാര്യമാർ, സരസ്വതി, ലക്ഷ്മി, സാക്ഷാൽ പരാശക്തി, ഇവർ മൂന്ന് പേരും വന്ന് പറഞ്ഞപ്പോൾ അവരിൽ നിന്നൊരു വരം വാങ്ങിയെടുക്കുകയും, ഏത് വരം? ഇവർ മൂന്ന് പേരും തങ്ങളുടെ ചൈതന്യത്തോടു കൂടി മക്കളായിട്ട് ജനിക്കണം എന്നുള്ളൊരു വരം അനസൂയാദേവി വാങ്ങിയെടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഭഗവാൻ നാരായണൻ്റെ അംശം വളരെയധികം അധികമായിട്ട് ബാക്കി രണ്ട് മൂർത്തികളുടെയും അംശത്തോടു കൂടി ജനിച്ച മഹാത്മാവാണ് ദത്താത്രേയൻ. ആ ദത്താത്രേയൻ്റെ ജന്മഭൂമി കൂടിയാണ് ഈ ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം. അവിടെ നിന്ന് 7 അരുവികളായിട്ട് ഒഴുകി ഒഴുകി വന്ന് പല സ്ഥലത്തെത്തുമ്പോൾ പല പേരുകളിൽ അറിയപ്പെട്ട്, ഇപ്പോൾ കൽപ്പാത്തി എത്തുമ്പോൾ കൽപ്പാത്തിപ്പുഴയായിട്ട്, ചിറ്റൂരെത്തുന്ന സമയത്ത് ഗായത്രിപ്പുഴയായിട്ട്, വള്ളുവനാടിൻ്റെ ഭാഗത്തേക്ക് എത്തുമ്പോൾ കുന്തിപ്പുഴയായിട്ട്, ഇങ്ങനെ പല പുഴകളായി കലർന്ന് അത് സാക്ഷാൽ ഭാരതഭൂമിയിൽ ഭാരതപ്പുഴ എന്ന പേരിൽ സംഗമിക്കുന്നു. ഈ ഭാരതപ്പുഴയുടെ തീരത്തിരുന്ന് നമ്മൾ ചെയ്യുന്ന ഏത് കർമ്മത്തിനും ഏറ്റവും വിശേഷമായിട്ടുള്ള ഫലമാണെന്നാണ്. കാരണം അത് ഏറ്റവും കൂടുതൽ ചൈതന്യവത്തായിട്ടുള്ള ഒരു താപസ ശ്രേഷ്ഠൻ്റെ ജന്മസ്ഥലത്ത് നിന്ന് ഉദ്ഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഭാരതപ്പുഴയുടെ തീരത്ത് ബലികർമ്മങ്ങൾ ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ്. ഇപ്പം കർക്കിടക വാവിനോ അല്ലെങ്കിൽ ശ്രാദ്ധബലി നടത്താനോ ഭാരതപ്പുഴയുടെ തീരത്തെ ആശ്രയിക്കുന്ന നിരവധിയായിട്ടുള്ള സനാതനധർമ്മ വിശ്വാസികൾ ഉണ്ട്. ഒപ്പം തന്നെ ഈ ഭാരതപ്പുഴയുടെ തീരം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ യാഗഭൂമിയാണ് എന്നാണ് സങ്കല്പം. ഒരുപാട് യാഗങ്ങൾ നടന്നിട്ടുള്ളൊരു ഭൂമിയാണ് ഭാരതപ്പുഴയുടെ തീരം. ഇപ്പോൾ പാലക്കാട് ഭാഗത്ത് യാക്കര എന്ന് വിളിക്കപ്പെടുന്നൊരു സ്ഥലമുണ്ട്, അത് ഭാരതപ്പുഴയുടെ തീരമാണ്. യാക്കര എന്നുള്ള പേര് ആ സ്ഥലത്തിന് വരാൻ കാരണം അവിടെ നിരവധിയായിട്ടുള്ള യാഗങ്ങൾ നടന്നതുകൊണ്ട് തന്നെ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള പേര് ആദ്യകാലത്ത് യാഗക്കര എന്നായിരുന്നു. യാഗങ്ങൾ നടക്കുന്ന സ്ഥലം, അതാണ് പിന്നീട് ലോപിച്ച് യാക്കര എന്ന പേരിലായത്. അങ്ങനെ ഭാരതപ്പുഴയുടെ തീരത്ത് എപ്പോൾ നോക്കിയാലും നമുക്ക് യാഗങ്ങൾ ആദ്യകാലത്ത് കാണായിരുന്നു എന്നാണ്. നോക്കൂ, നദികളെ കേന്ദ്രീകരിച്ചിട്ടാണല്ലോ എപ്പോഴും നമ്മുടെ സംസ്കാരങ്ങൾ ഉണ്ടായിട്ടുള്ളത്. സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ചൊക്കെ പഠിക്കുന്ന നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള നമ്മുടെ സ്വന്തം ജീവനാഡിയായിട്ടുള്ള ഭാരതപ്പുഴയുടെ തീരത്ത് നിന്നിരുന്ന യാഗ സംസ്കാരത്തെ എന്തുകൊണ്ടാണ് ഇന്ന് കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വരുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഈ ഒരു സമയത്താണ് ഒരുപാട് മഹാത്മാക്കളുടെയൊക്കെ ഒരു പരിശ്രമത്തോടു കൂടി തവനൂരിൽ
കുറ്റിപ്പുറത്ത്, തിരുനാവായ, ഇതെല്ലാം തന്നെ സംഗമിക്കുന്ന ആ ഭൂമിയിൽ, ഭാരതപ്പുഴയുടെ തീരത്ത്, ഈ ത്രിമൂർത്തി സംഗമ ഭൂമിയിൽ നമുക്ക് ഇവിടെ ഒരു മാഘ മഹോത്സവം സംഘടിപ്പിക്കാനായി നമ്മളുടെ മഹാത്മാക്കൾ തിരഞ്ഞെടുത്തതും ഇതേ ഭാരതപ്പുഴയുടെ തീരം തന്നെയായിരുന്നു. ആ ഭാരതപ്പുഴയ്ക്ക് ആരതി കാണിക്കുന്ന ദൃശ്യം നമ്മളിൽ പല ആളുകളും കണ്ടിട്ടുണ്ടാവും. എങ്ങനെയാണോ സാക്ഷാൽ ഗംഗാമാതാവിന് ഗംഗാരതി നടത്തുന്നത്, അതുപോലെ ഒരു നീളാരതി നമുക്ക് നമ്മുടെ ഭൂമിയിൽ ദർശിക്കാൻ സാധിച്ചു. അതൊക്കെ തന്നെ മഹാത്മാക്കൾ നമ്മളോട് പറയാതെ പറയുകയാണ്, എങ്ങനെയാണോ നമുക്ക് ഗംഗ, അതുപോലെ തന്നെ നമുക്ക് പവിത്രമാണ്, പുണ്യമാണ് നമ്മളുടെ സ്വന്തം ഭാരതപ്പുഴയും എന്നാണ്. ഭാരതപ്പുഴയുടെ തീരത്ത് ഈ ത്രിമൂർത്തി സംഗമ ഭൂമി ഇപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. തിരുനാവായയിൽ നാവാമുകുന്ദൻ്റെ ക്ഷേത്രം, ബ്രഹ്മാവിൻ്റെ ക്ഷേത്രം, മഹാദേവൻ്റെ ക്ഷേത്രം, ഇതൊക്കെ ഇന്നും നമുക്ക് പോയാൽ ദർശിക്കാൻ സാധിക്കും. അവിടെ യാഗം നടന്ന സമയത്ത് ഈ മൂർത്തികളുടെയൊക്കെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് വിശ്വാസം. ഇത് മൂന്നും നിൽക്കുന്നത് ഒരു ത്രികോണാകൃതിയിലാണ് എന്നാണ് പറയുന്നത്. ആ ത്രികോണാകൃതി എന്ന് പറയുന്നത് സാക്ഷാൽ മേരു ചക്രത്തിൻ്റെ ഏറ്റവും മുകൾ ഭാഗമായിട്ടും കണക്കാക്കുന്നുണ്ട്. ഇത്രയധികം പുണ്യമായിട്ടുള്ള ഈ ഭാരതഭൂമിയുടെ പേരിൽ തന്നെ അറിയപ്പെടുന്ന ഭാരതപ്പുഴയുടെ മാഹാത്മ്യം പൂർണ്ണ തോതിൽ അതിൻ്റെ സംസ്കാരത്തെ, അത് ഏത് സംസ്കാരമാണ്? പൂർണ്ണമായിട്ടും അത് യാഗ സംസ്കാരമാണ്. ആ യാഗ സംസ്കാരത്തെ കൂടി മുറുകെ പിടിച്ചുകൊണ്ട് മനസ്സിലാക്കുമ്പോഴേ യഥാർത്ഥത്തിൽ ഭാരതപ്പുഴയുടെ മക്കളായി ജീവിക്കാനുള്ള ഒരു അവകാശം നമുക്ക് ലഭിക്കുന്നുള്ളൂ എന്ന് തിരിച്ചറിയുക. അങ്ങനെയുള്ള ആ ഭാരതഭൂമിയുടെ പേരോടുകൂടി ഈ ഭൂമിയിൽ വന്നൊഴുകുന്ന ആ നിളാഭഗവതിയെ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അടുത്തൊരു അധ്യായത്തിൽ വീണ്ടും പ്രകൃതിയിൽ തന്നെയുള്ള മറ്റൊരു ദേവതാ ചൈതന്യത്തെ കൂടി മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഈ അധ്യായത്തിൽ നിന്ന് തൽക്കാലത്തേക്ക് വിടവാങ്ങുന്നു. എല്ലാവർക്കും നന്ദി, നമസ്തേ.